അസംഘടിത തൊഴിലാളികൾക്ക് വാർദ്ധക്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി പ്രധാനമന്ത്രിയുടെ അസംഘടിത തൊഴിലാളിക്ക് ഒരു പെൻഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. PMSYM, പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ. വീട്ടുജോലിക്കാർ, തെരുവ് കച്ചവടക്കാർ, ഉച്ചഭക്ഷണ തൊഴിലാളികൾ, ഹെഡ് ലോഡർമാർ, ഇഷ്ടിക ചൂണ്ട തൊഴിലാളികൾ, ചെരുപ്പ് കുത്തികൾ, തുണി പെറുക്കുന്നവർ, വീട്ടുജോലിക്കാർ, അലക്ക് തൊഴിലാളികൾ, റിക്ഷാക്കാർ, ഭൂരഗതി തൊഴിലാളികൾ, സ്വന്തം അക്കൗണ്ട് തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ, ബീഡി തൊഴിലാളികൾ, കൈത്തൊഴിൽ തൊഴിലാളികൾ, തുകൽ തൊഴിലാളികൾ, ഓഡിയോ വിഷ്വൽ തൊഴിലാളികൾ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അസംഘടിത തൊഴിലാളികൾ പ്രതിമാസം 15,000 രൂപയോ അതിൽ കുറവോ വരുമാനമുള്ളവരും 18-നും 40 വയസ്സിനും പ്രായമുള്ളവരും ആയിട്ടുള്ളവർക്ക് ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ്. പുതിയ പെൻഷൻ പദ്ധതിയായിട്ടുള്ള NPS, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ സ്കീമോ അല്ലെങ്കിൽ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ എന്നിവയിൽ അവർ ഉൾപ്പെടരുത്. കൂടാതെ അവർ ആദായ നികുതി അടയ്ക്കുന്നവരാകരുത്. അവർക്ക് ഈ പദ്ധതിയിൽ ചേർന്ന് PMSYMൻ്റെ സവിശേഷതകൾ: ഇത് ഒരു സ്വമേധയുള്ളതും സംഭാവന നൽകുന്നതുമായ പെൻഷൻ പദ്ധതിയാണ്. ഇതിന് കീഴിൽ ഇനി പറയുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കും. മിനിമം അഷ്വേർഡ് പെൻഷൻസ്, അതായത് PMSYM പ്രകാരമുള്ള ഓരോ വരിക്കാരനും 60 വയസ്സ് തികയുമ്പോൾ പ്രതിമാസം 3,000 രൂപ കുറഞ്ഞത് ഉറപ്പായ പെൻഷൻ ലഭിക്കുന്ന പദ്ധതിയാണിത്. 2, കുടുംബ പെൻഷൻ ലഭിക്കുമ്പോൾ വരിക്കാരൻ മരിച്ചാൽ ഗുണഭോക്താവിന് ലഭിക്കുന്ന പെൻഷൻ്റെ 50% കുടുംബ പെൻഷനായി ലഭിക്കാനായി പങ്കാളിക്ക് അർഹതയുണ്ട്. കുടുംബ പെൻഷൻ പങ്കാളികൾക്ക് മാത്രമേ ബാധകമാവൂ. 3, ഒരു ഗുണഭോക്താവ് പതിവായി സംഭാവന നൽകുകയും ഏതെങ്കിലും കാരണത്താൽ 60 ദിവസത്തിന് മുമ്പ് മരിക്കുകയും ചെയ്താൽ അയാളുടെ അല്ലെങ്കിൽ അവളുടെ പങ്കാളിക്ക് പതിവായി സംഭാവന നൽകി പദ്ധതിയിൽ ചേരാനും തുടരാനും അല്ലെങ്കിൽ എക്സിറ്റ് പിൻവലിക്കാൻ പദ്ധതി വ്യവസ്ഥകൾ പ്രകാരം പദ്ധതിയിൽ നിന്ന് പുറത്തു കടക്കാനും അർഹതയുണ്ടായിരിക്കും. വരിക്കാരൻ്റെ സംഭാവന: PMSYMലേക്കുള്ള വരിക്കാരൻ്റെ സംഭാവനകൾ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ജൻധൻ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റ് സൗകര്യം വഴി നൽകും. PMSYMൽ ചേരുന്ന പ്രായം മുതൽ 60 വയസ്സ് വരെ നിശ്ചിത സംഭാവന തുക വരിക്കാരൻ സംഭാവന ചെയ്യേണ്ടതുണ്ട്. പ്രവേശന പ്രായപരിധി അനുസരിച്ചുള്ള പ്രതിമാസ സംഭാവനയുടെ വിശദാംശം കാണിക്കുന്ന ചാർട്ട് താഴെ കൊടുക്കുന്നു. എൻട്രി, പ്രായം, വിരമിക്കൽ, അംഗങ്ങളുടെ പ്രതിമാസ സംഭാവന രൂപ എന്നിവയാണ്. അത് നമ്മൾ മനസ്സിലാക്കുകയാണെന്ന് ചോദിച്ചാൽ പ്രതിമാസ സംഭാവന 18 തൊട്ട് ഈ വയസ്സ് വരെ ചേരാം. നമുക്കൊരു 18 വയസ്സിനും 40 വയസ്സിനും ചേരുമ്പോൾ 18 വയസ്സിൽ നമുക്ക് രണ്ടാമത് 60, 55 അവർക്കൊരു 110 രൂപ അടവേ വരുന്നുള്ളൂ. അത് അങ്ങനെ നമ്മൾ വരുമ്പോൾ 40 വയസ്സ് ചേരുന്നവർക്ക് ഒരു 400 രൂപയേ വരുന്നുള്ളൂ. കേന്ദ്ര സർക്കാരിൻ്റെ മാച്ചിങ് കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ള PMSY എന്നത് 50:50 അടിസ്ഥാനത്തിൽ സ്വമേധയാ നൽകുന്നതും സംഭാവന നൽകുന്നതുമായ ഒരു പെൻഷൻ പദ്ധതിയാണ്. ഇവിടെ നിശ്ചിത പ്രായപരിധിയിലുള്ള വിഹിതം ഗുണഭോക്താവ് നൽകുകയും ചാർട്ട് പ്രകാരം മാച്ചിങ് കോൺട്രിബ്യൂഷൻ കേന്ദ്ര സർക്കാർ നൽകുകയും വേണം. ഉദാഹരണത്തിന് 29 വയസ്സുള്ള ഒരാൾ പദ്ധതി ചേരുകയാണെങ്കിൽ 60 വയസ്സ് വരെ പ്രതിമാസം 100 രൂപ വീതം കേന്ദ്ര സർക്കാർ സംഭാവന നൽകും. അതിന് തുല്യമായ തുക 100 രൂപയായിരിക്കും. PMSYMലെ എൻറോൾമെൻറ്റ് പ്രക്രിയ: സബ്സ്ക്രൈബർക്ക് ഒരു മൊബൈൽ ഫോൺ, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, ആധാർ നമ്പർ എന്നിവ ഉണ്ടായിരിക്കണം. യോഗ്യരായ വരിക്കാർക്ക് അടുത്തുള്ള പൊതുസേവന കേന്ദ്രങ്ങളായിട്ടുള്ള CSG, ഗവേണൻസ് സർവീസസ് ഇന്ത്യ ലിമിറ്റഡ് സന്ദർശിച്ച് സ്വയം സാക്ഷ്യപ്പെടുത്തൽ അടിസ്ഥാനത്തിൽ ആധാർ നമ്പരും സേവിങ്സ് ബാങ്ക് അക്കൗണ്ടും ജൻധൻ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് PMSYMൽ ചേരാവുന്നതാണ്. പിന്നീട് വരിക്കാർക്ക് PMSYM പോർട്ടൽ സന്ദർശിക്കാൻ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സ്വയം സാക്ഷ്യപ്പെടുത്തൽ അടിസ്ഥാനത്തിൽ ആധാർ നമ്പർ, സേവിംഗ് ബാങ്ക് അക്കൗണ്ട്, ജൻധൻ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് സ്വയം രജിസ്റ്റർ ചെയ്യാനോ സൗകര്യം ഒരുക്കും. എൻറോൾമെൻറ്റ് ഏജൻസികളായിട്ടുള്ള എല്ലാ പൊതുസേവന കേന്ദ്രങ്ങളും എൻറോൾമെൻറ്റ് നടത്തും. അസംഘടിത തൊഴിലാളികൾക്ക് അവരുടെ ആധാർ കാർഡ്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, പാസ്ബുക്ക്, ജൻധൻ അക്കൗണ്ട് എന്നിവയുമായി അടുത്തുള്ള CSC സന്ദർശിച്ച് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാം. ആദ്യ മാസത്തെ സംഭാവന തുക പണമായി നൽകുക. അതിന് അവർക്കൊരു രസീത് നൽകും. ഫെസിലിറ്റേഷൻ സെൻ്ററുകൾ: LICയുടെ എല്ലാ ബ്രാഞ്ച് ഓഫീസുകളും, ESI, EPF ഓഫീസുകളും, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ ലേബർ ഓഫീസുകളും അസംഘടിത തൊഴിലാളികൾക്ക് പദ്ധതി, അതിൻ്റെ ആനുകൂല്യങ്ങൾ, പിന്തുടരേണ്ട നടപടിക്രമങ്ങൾ എന്നിവയെക്കുറിച്ച് അവിടെ അതത് കേന്ദ്രങ്ങൾ സൗകര്യമൊരുക്കും. ഇക്കാര്യത്തിൽ LIC, ESI, EPFO എന്നിവയുടെ എല്ലാ ഓഫീസുകളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ ലേബർ ഓഫീസുകളും ചെയ്യേണ്ട ക്രമീകരണങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. അതായത് എളുപ്പത്തിലുള്ള റെഫറൻസായി സവിശേഷതകളെക്കുറിച്ച് മാർഗ്ഗദർശനം നൽകുന്നു. അവരെ അടുത്തുള്ള CSലേക്ക് നയിക്കുന്നതിനായി ഒരു ഫെസിലിറ്റേഷൻ ഡെസ്ക് അവർ സ്ഥാപിക്കും. ഇത്തരം കാര്യങ്ങൾ അവിടെ ഓരോ ഡെസ്കിലും കുറഞ്ഞത് ഒരു സ്റ്റാഫെങ്കിലും ഉണ്ടായിരിക്കും. അവർ നിങ്ങളെ കാര്യങ്ങൾ കൂടുതൽ ബോധ്യപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവരും ഈ പദ്ധതിയിൽ ചേരുവാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. അസംഘടിത തൊഴിലാളികൾക്ക് വാർദ്ധക്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി പ്രധാനമന്ത്രി ശ്രം യോഗി മാൻ ധൻ
PMSYM എന്ന പേരിൽ